ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇന്ന് നമ്മൾ 6th ബേസിക് സയൻസ് ആണ് നോക്കുന്നത്. ബേസിക് സയൻസിലെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് ആണ് നോക്കുന്നത്. അപ്പൊ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 7ാമത്തെ ചാപ്റ്റർ ആയിരുന്നു അല്ലെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇന്ന് 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ചലനം നിത്യ ജീവിതത്തിൽ നിന്നുള്ള ചാപ്റ്റർ ആണ് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ചലനത്തെ പറ്റി നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ സിലബസിൽ വരുന്ന ഒരുപാട് പോയിന്റ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഇത് വിട്ടുകളയരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ കുറച്ച് റൈഡുകളുടെ ചിത്രമാണ് അല്ലെ കൊടുത്തിട്ടുള്ളത്. പാർക്കുകളിൽ പോകാൻ നിങ്ങൾക്കെല്ലാം ഇഷ്ടമല്ലേ? പാർക്കുകളിൽ പലതരം റൈഡുകൾ കാണാറില്ലേ? അത്തരം ഒരു പാർക്കിലെ വിവിധ റൈഡുകളാണ് ചിത്രത്തിലുള്ളത്. എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്? ഇവിടെ നമുക്ക് എന്തെല്ലാം കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്? ജയന്റ് വീൽ കാണുന്നുണ്ട് അല്ലെ? ജയന്റ് വീൽ ഉണ്ട്. പിന്നെന്താണ്, നമ്മുടെ മേരിഗോ ഹോഴ്സ് ഉണ്ട് അല്ലെ? മേരിഗോ റൗണ്ട് കുതിരസവാരി കാണുന്നുണ്ട്. അതുപോലെ പിന്നെന്താണ്, ഡാഷിംഗ് കാറുകൾ ഉണ്ട്. പിന്നെ പാർക്ക് ട്രെയിനും കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? ഇത്തരം റൈഡുകളിൽ നിങ്ങൾക്ക് അറിയിട്ടുണ്ടോ ഓരോ റൈഡും തമ്മിൽ വ്യത്യാസമുണ്ടോ? കറങ്ങിക്കൊണ്ടിരിക്കുന്ന ജയന്റ് വീലിലാണ് നിങ്ങൾ ഉള്ളതെന്ന് സങ്കല്പിക്കൂ. നിങ്ങളും ഇവിടെ സുഹൃത്തും കൂടെയുണ്ട്. ജയന്റ് വീൽ കറങ്ങുമ്പോൾ നിങ്ങളും കൂടെ ചലിക്കുന്നില്ലേ? ഉണ്ട് അല്ലെ? അപ്പൊ ഇതുപോലെയാണ് ട്രെയിൻ റൈഡിൽ കയറുന്നവരും ചലിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ജയന്റ് വീല് റൗണ്ടിലാണ് അല്ലെ കറങ്ങുന്നത്. അപ്പൊ തന്നെ എന്താണ്, ആ ഒരു ചലനമല്ല നമ്മൾ ട്രെയിനിൽ പോകുന്നുണ്ടാവുക. ട്രെയിനിൽ എന്താണ്, നേർരേഖയിൽ നേരെയാണ് പോകുന്നത് കേട്ടോ. അപ്പൊ വ്യത്യാസമുണ്ട് ആ ഒരു ചലനത്തിന്. അപ്പൊ ഡാഷിംഗ് കാറുകളിൽ ഇരിക്കുന്നവർ എങ്ങനെയെല്ലാം ചലിക്കുന്നു? ഇതൊന്നുമല്ലാതെ ധാരാളം ചലനങ്ങൾ ചുറ്റും കാണുന്നില്ലേ? നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ചില ചലനങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് കുട്ടികൾക്കുള്ളൊരു വർക്കായിട്ട് ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുള്ള കേട്ടോ. നമുക്ക് എന്തൊക്കെ ചലനങ്ങളുണ്ട് നമ്മുടെ ചുറ്റുപാടും? റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട് അല്ലെ? അതുപോലെ ഊഞ്ഞാലിന്റെ ചലനം, പിന്നെ ഫാന് കറങ്ങുന്നത്, അതുപോലെ മരത്തിൽ നിന്ന് എന്താണ് താഴേക്ക് തേങ്ങയൊക്കെ വീഴുന്നതും, അതുപോലെ മറ്റുള്ള എന്താണ് ഫ്രൂട്ട്സ് ഒക്കെ താഴേക്ക് വീഴുന്നത്, പിന്നെ ക്ലോക്കിലെ സൂചിയുടെ ചലനം, ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടും നമുക്ക് കാണുന്ന ചലനങ്ങളാണ് അല്ലെ? ഇവയെല്ലാം ചലിക്കുന്നു എന്ന് പറയാൻ കാരണം എന്ത്? ഒരു വസ്തു ചലിക്കുമ്പോൾ അത് ആദ്യം നിൽക്കുന്ന സ്ഥാനവും അല്പസമയം കഴിഞ്ഞുള്ള സ്ഥാനവും വ്യത്യാസപ്പെടുന്നില്ലേ? പറന്നുയരുന്ന പക്ഷിയുടെ 3 സ്ഥാനങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഒരു പക്ഷിയുടെ 3 സ്ഥാനങ്ങളാണ് നൽകിയിട്ടുള്ളത്. ചിത്രം നിരീക്ഷിക്കൂ. പക്ഷിയുടെ സ്ഥാനത്തിന് മാറ്റം ഉണ്ടായിട്ടില്ലേ? ഇതിന്റെ അടിസ്ഥാനത്തിൽ ചലനം എന്താണെന്ന് പറയാമോ? അപ്പൊ ചലനത്തിന് ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഒരു വസ്തുവിന്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റമാണ് ചലനം. നമുക്കറിയാം അല്ലെ എന്താണ് മോഷൻ? ഒരു വസ്തുവിന്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റമാണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും അല്ലെ? അപ്പൊ നിങ്ങൾ നിരീക്ഷിച്ച ചലനങ്ങളിലെല്ലാം വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ലേ? നിങ്ങളുടെ ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കളും ചലിക്കുന്നുണ്ടോ? ചലിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നവ ഏതെല്ലാം എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്മൾ നിരീക്ഷിച്ച എല്ലാ പിന്നെ ചലനങ്ങളിലും എന്താണ് പിന്നെ വസ്തുക്കൾ ചലിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ചലിക്കുന്നില്ല എന്ന് തോന്നിയ എന്താ? നമുക്ക് കെട്ടിടങ്ങൾ, നമുക്ക് ചുറ്റുമുള്ള കെട്ടിടങ്ങള്, വീടൊക്കെ ഒന്നും ചലിക്കുന്നില്ല അല്ലെ? അതുപോലെ വൈദ്യുത പോസ്റ്റുകള്, പിന്നെ വലിയ മരങ്ങള്, പിന്നെ തറയിലിരിക്കുന്ന കല്ലുകള്, ഇതൊന്നും എന്താണ്, ഇതൊന്നും ചലിക്കുന്നവയല്ല അല്ലെ? ഇനി എന്തുകൊണ്ടാണ് ഇവ ചലിക്കുന്നില്ല എന്ന് പറയുന്നത്? അപ്പൊ നമ്മൾ പഠിച്ചു ഒരു വസ്തുവിന്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റമാണ് ചലനം എന്ന് പഠിച്ചു അല്ലെ? പക്ഷെ എന്താണ്, ഈ വസ്തുക്കൾക്കൊന്നും എന്താണ് സ്ഥാനത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇവ ചലിക്കുന്നില്ല എന്ന് പറയാം അല്ലെ? ഇനി അടുത്തത് നിശ്ചലാവസ്ഥ, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കാത്ത അവസ്ഥയാണ് നിശ്ചലാവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. ഒരു വസ്തുവിന്റെ സ്ഥാനത്തിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അവിടെ അത് നിശ്ചലാവസ്ഥയിലാണെന്ന് പറയാം ആ വസ്തു. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം. ജയന്റ് വീൽ കറങ്ങുമ്പോൾ എന്റെ സുഹൃത്ത് എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, സ്ഥാനം മാറുന്നില്ല, അപ്പോൾ ഞങ്ങൾ ചലിക്കുന്നില്ലേ? നിങ്ങൾ രണ്ടുപേരും ചലിക്കുന്നത് എനിക്ക് കാണാമല്ലോ, സ്ഥാനം മാറുന്നുമുണ്ട്. അപ്പോൾ രണ്ടുപേരുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത് കേട്ടോ. ഒന്നെന്താണ്, ജയന്റ് വീലിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളെന്താ പറയുന്നത്? എന്റെ സുഹൃത്തും എപ്പോഴും എന്റെ അടുത്ത് തന്നെയാണുള്ളത്, അവരുടെ സ്ഥാനത്തിനൊന്നും മാറ്റം വരുന്നില്ല, ഇത് ചലിക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ എന്താണ്, ദൂരെ നിന്ന് കാണുന്ന ഒരു കുട്ടി എന്താ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും ചലിക്കുന്നത് എനിക്ക് കാണാമല്ലോ, അപ്പൊ സ്ഥാനം മാറുന്നുണ്ട് എന്നാണ് ആ കുട്ടി പറയുന്നത്. അപ്പൊ രണ്ടുപേരുടെ അഭിപ്രായങ്ങളാണ് കേട്ടോ. രണ്ടുപേരും പറഞ്ഞത് കേട്ടില്ലേ? ജയന്റ് വീലിലെ കുട്ടികൾ ചലിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചല്ലോ. അപ്പൊ ജയന്റ് വീലിൽ ഇരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ഒപ്പം ഇരിക്കുന്ന സുഹൃത്തിന് സ്ഥാനമാറ്റമുണ്ടോ? ഇല്ല അല്ലെ? ഒപ്പം ഇരിക്കുന്ന സുഹൃത്തിന് എന്താണ്, ജയന്റ് വീലിൽ ഇരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് സ്ഥാനമാറ്റം ഒന്നും തോന്നാൻ സാധ്യതല്ല. ഇനി എന്താണ്,
എന്നാൽ താഴെ നിൽക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ചെയിൻ വീലിൽ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഇനി ഡെഫിനിഷൻ ആണ് നമുക്ക് പഠിക്കുന്നത്. അവലംബക വസ്തു അല്ലെങ്കിൽ റെഫറൻസ് ബോഡി എന്ന് കേട്ടോ. ഒരു വസ്തുവിനെയോ സ്ഥാനത്തെയോ അടിസ്ഥാനമാക്കി മാത്രമേ മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കൂ. ഇതിനായി ഉപയോഗിക്കുന്ന അടിസ്ഥാന വസ്തുവാണ് അവലംബക വസ്തു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞപ്പോ എന്താണ് രണ്ടുപേരുടെ അഭിപ്രായം നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ. അതായത് ജയന്റ് വീലിൽ ഇരിക്കുന്ന കുട്ടിക്ക് എന്താ തോന്നുന്നത്, ഒപ്പം ഇരിക്കുന്ന സുഹൃത്ത് എന്താണ്, അദ്ദേഹത്തിന് എന്താണ് സ്ഥാനമാറ്റൊന്നും സംഭവിക്കുന്നില്ല, അപ്പൊ അവിടെ ചലനമില്ലാന്ന് തോന്നുകയാണ്. പക്ഷെ താഴെ നിന്ന് ഇവർ കറങ്ങുന്നത് കാണുന്ന ഒരു കുട്ടിക്ക് എന്താണ്, ഈ ജയന്റ് വീലിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് എല്ലാം സ്ഥാനമാറ്റം ഉണ്ട്, ചലിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് മനസ്സിലാകാനായിട്ട് നമ്മളൊരു അവലംബക വസ്തു എടുക്കുന്നു. അവലംബക വസ്തു എടുക്കുന്നത് എന്താണ്, ഒരു വസ്തുവിനെയോ സ്ഥാനത്തെയോ അടിസ്ഥാനമാക്കി മാത്രമേ മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കൂ. ഇതിനായി ഉപയോഗിക്കുന്ന അടിസ്ഥാന വസ്തുവാണ് അവലംബക വസ്തു ട്ടോ. ഓക്കെ, നമുക്ക് ഇവിടെ എന്താണ്, സ്കൂൾ കായികമേളയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചിത്രം നിരീക്ഷിക്കൂ. താഴെ കൊടുത്ത പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു സ്കൂൾ കായികമേളയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഗാലറിയിൽ ഇരിക്കുന്ന കുട്ടിക്ക് ചലനം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, കാരണം ഗാലറിയെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഗാലറിയിൽ ഇരിക്കുന്ന കുട്ടിക്ക് എന്താണ്, ചലനമുണ്ടോ, ഇല്ല അല്ലെ. അവരുടെ സ്ഥാനത്തിനും, അതായത് അവരുടെ സ്ഥാനം മാറുന്നില്ല, അതുകൊണ്ട് എന്താണ് ഇവിടെ ചലനം ഇല്ല. പിന്നെ പറയുന്നത് എന്താ, ട്രാക്കിലൂടെ ഓടുന്ന കായിക താരങ്ങൾക്കോ ട്രാക്കിലൂടെ ഓടുന്ന കായിക താരങ്ങൾ ചലനമുണ്ടോ, ഉണ്ട് അല്ലെ, ചലനമുണ്ട് എന്ന് പറയാം. എന്താണ്, എന്തിനെ അപേക്ഷിച്ചാണ്, ഗാലറിയെ അപേക്ഷിച്ച് സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗാലറിയെ അപേക്ഷിച്ച് എന്താണ്, ഗാലറിയെ അപേക്ഷിച്ച് ഓടുന്ന കായിക താരങ്ങൾക്ക് ചലനമുണ്ട്. ഓക്കെ, നമുക്ക് എന്താ പറയാം, ഓടുന്ന കായിക താരത്തിന്റെ കൈകള്, ഓക്കെ, ഓടുന്ന കായിക താരത്തിന്റെ കൈകള് കൈകൾക്ക് ചലനമുണ്ടോ, ഉണ്ട് എന്ന് പറയാം അല്ലെ. അപ്പൊ എന്തിനെ അപേക്ഷിച്ചാണ് ഉണ്ടെന്ന്, ശരീരത്തെ അപേക്ഷിച്ച് കൈകൾ മുന്നോട്ടും പിന്നോട്ടും ചലിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കായിക താരത്തിന്റെ ശരീരത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കൈകള് മുന്നോട്ടും പിന്നോട്ടും ചലിക്കുന്നുണ്ട്, ശരീരത്തെ അപേക്ഷിച്ചാണ് കേട്ടോ. അപ്പൊ ഇതാണ് എന്താണ്, അവലംബക വസ്തുവാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ബേക്കിൽ നിൽക്കുന്ന മരത്തെ അപേക്ഷിച്ച് മരത്തിന് ചലനം ഉണ്ടോന്നാ ചോദിച്ചത്. മരത്തിന് ചലനം ഇല്ല. ഓക്കെ, എന്താണ് കാരണമായിട്ട് ചുറ്റുപാടിനെ അപേക്ഷിച്ചിട്ട് സ്ഥാനം മാറുന്നില്ല. ഓക്കെ, ഓരോന്നും അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, ഗാലറിയിൽ ഇരിക്കുന്ന കുട്ടിക്ക് എന്താണ് ചലനം ഇല്ല എന്ന് പറഞ്ഞു. ഗാലറി അപേക്ഷിച്ച് സ്ഥാനം മാറുന്നില്ല. കായിക താരങ്ങൾക്ക് എന്താണ് ചലനമുണ്ട്, അതുപോലെ ഗാലറിയെ അപേക്ഷിച്ച് ചലനമുണ്ട് അല്ലെ. ഇനി കായിക താരത്തിന്റെ കൈകൾക്ക് എന്താണ് ചലനമുണ്ട്, അത് ശരീരത്തെ അപേക്ഷിച്ച് ചലനമുണ്ട്. ഇനി അവിടെ ഇരുന്നുള്ള മരത്തിന് ചലനമില്ല, സ്ഥാനം മാറുന്നില്ല. ഓക്കെ, പട്ടിക വിശകലനം ചെയ്യൂ. ചലിക്കുന്നവർ ആരെല്ലാമാണ്, എന്തിനെ ആധാരമാക്കിയാണ് ഇവർ ചലനത്തിലാണ് എന്ന് കണ്ടെത്തിയത്. ഒരു സ്ഥാനത്തെ ആധാരമാക്കിയാണല്ലോ ഒരു വസ്തു ചലിക്കുന്നുവെന്നും നിശ്ചലമാണെന്നും കണ്ടെത്തിയത്. കുട്ടികൾ ചലിച്ചു എന്ന് നാം പറയുന്നത് അവർക്ക് സംഭവിക്കുന്ന സ്ഥാനമാറ്റത്തെ അടിസ്ഥാനമാക്കിയാണ്. നിത്യജീവിതത്തിൽ ചലിക്കുന്ന വസ്തുക്കളെയും നിശ്ചലമായ വസ്തുക്കളെയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങൾക്കറിയാവുന്ന ഏതാനും ചലിക്കുന്ന വസ്തുക്കളും നിശ്ചല വസ്തുക്കൾ എന്നിവ രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചലിക്കുന്ന വസ്തുക്കൾ എന്താണ്, ജലാശയത്തിൽ നീന്തുന്ന മത്സ്യം, അതുപോലെ റോഡിലൂടെ നീങ്ങുന്ന കാറ്, ഇതൊക്കെ ചലിക്കുന്നുണ്ട് അല്ലെ. എന്നാൽ നിശ്ചല വസ്തുക്കൾ, വീട്, പാറ, ഇതൊന്നും ചലിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്കിത് ഇവിടെ ഏതൊക്കെ എഴുതാം, ചലിക്കുന്ന വസ്തുക്കൾക്ക് എക്സാമ്പിൾ ആയി നമുക്ക് ഊഞ്ഞാല്, ഊഞ്ഞാലാടുന്ന കുട്ടി ചലിക്കുന്നുണ്ട്. ആടുന്ന കുട്ടിക്ക് എന്താണ് ചലനമുണ്ട്. പിന്നെന്ത് പറയാം, ആകാശത്ത് പറക്കുന്ന പക്ഷിക്കില്ലേ, ആകാശത്ത് അല്ലെങ്കിൽ പറക്കുന്ന പക്ഷി എന്ന് മതി. പറക്കുന്ന പക്ഷിക്ക് എന്താണ്
ചലനം എന്താണ് ചലനം ഉണ്ട് അല്ലെ. ഇനി നിശ്ചല വസ്തുക്കൾ വീട്, പാറ, അതുപോലെ കെട്ടിടങ്ങളിലെ അതായത് വീടും അതുപോലെ മറ്റു കെട്ടിടങ്ങളും, പിന്നെ അതുപോലെ എന്താണ് വൈദ്യുത പോസ്റ്റ്, ഇവയൊക്കെ നിശ്ചല ആണ് അല്ലെ. വൈദ്യുത പോസ്റ്റ്, അതുപോലെ മരം, ഇതൊക്കെ എന്താണ് നിശ്ചല മരം. ഓക്കെ, അടുത്ത ഹെഡിങ് ആണ് ചലനം ചലനം സർവത്ര ചലനം. ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ തുടങ്ങി പ്രപഞ്ചത്തിൽ എല്ലാം അനുനിമിഷം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ ഈ ചലനത്തെ ആധാരമാക്കിയാണ്. ഭൂമിയിൽ നിശ്ചലമാണെന്ന് കരുതുന്ന എല്ലാ വസ്തുക്കളും ഭൂമിയോടൊപ്പം ചലിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ചലനം മറ്റൊരു വസ്തുവിനെ അവലംബകമാക്കി മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അവലംബകം മാറുമ്പോൾ നിശ്ചലമാണെന്ന് തോന്നുന്ന പല വസ്തുക്കളും ചലനത്തിലാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഭൂമിയെ അടിസ്ഥാനമാക്കി ചില വസ്തുക്കൾ നിശ്ചലമാണെന്ന് നാം മനസ്സിലാക്കിയല്ലോ. എന്നാൽ സൂര്യനെയും സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളെയും അടിസ്ഥാനമാക്കി ഭൂമിയും അതിലെ എല്ലാ വസ്തുക്കളും ചലനത്തിലാണ്. അപ്പൊ ഭൂമിയെ അടിസ്ഥാനമാക്കി നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിശ്ചലമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, വീട്, കെട്ടിടങ്ങളൊക്കെ. എന്നാലും എന്താണ് സൂര്യനെയും സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളെയും അടിസ്ഥാനമാക്കിയാൽ എന്താണ് അവലംബക വസ്തുവായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും എന്താണ് ഭൂമിയും അതിലെ എല്ലാ വസ്തുക്കളും ചലനത്തിലാണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, ഇനി ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? സ്കൂളും മരങ്ങളും ഒന്നും ഒരു കുട്ടി നടന്നു പോവാണ്. സ്കൂളും മരങ്ങളും ഒന്നും ചലിക്കുന്നില്ലല്ലോ. അതുപോലെ എന്താണ് എന്നാൽ എന്താണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ എന്താണ് സ്കൂളും മരങ്ങളും ഒക്കെ ചലിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നല്ലേ ഭൂമിയോടൊപ്പം. ഇനി അടുത്തത്, പക്ഷികളും മൃഗങ്ങളുടെയും ചലനങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ. അവയുടെ ചലനങ്ങളെല്ലാം ഒരേപോലെയാണോ? അല്ലല്ലേ. തവള സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? അരണയോ? നമുക്കറിയാം തവള എങ്ങനെ എന്താണ് ചാടി ചാടിയാണ് പോവല്ലേ. ആ ഒരു രീതിയിലല്ല എന്ത് അരണ സഞ്ചരിക്കുക. അപ്പൊ വീട്ടിൽ പൂച്ചയും നായയും കന്നുകാലികളും വിശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? വിശ്രമിക്കുമ്പോൾ അവയുടെ ശരീരഭാഗങ്ങൾ പലതും ചലിക്കുന്നില്ലേ? അവ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും അല്പനേരം കണ്ണടച്ച് നിശബ്ദരായിരുന്നു സ്വന്തം ശരീരത്തിനുള്ളിൽ നടക്കുന്ന ചലനങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങൾ തിരിച്ചറിഞ്ഞ ചലനങ്ങൾ എന്തെല്ലാമെന്ന് ശരീരത്തിനുള്ളിൽ നടക്കുന്ന മറ്റു ചലനങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഹൃദയത്തിലെ ഹൃദയം എന്താണ് ഹൃദയത്തിൽ എന്താണ് ഉള്ള ചലനം ഹൃദയമിടിപ്പാണ് അല്ലെ. അടുത്തത് എന്താണ് ശ്വാസകോശം. ശ്വാസകോശം എടുത്തിട്ടുണ്ടെങ്കിലോ ശ്വാസകോശം എന്ത് ചലനാണുള്ളത്? ശ്വാസോച്ഛ്വാസം അല്ലെ. അതായത് ശ്വാസോച്ഛ്വാസം. പിന്നെ കണ്ണുകളിലെ കണ്ണുകൾക്ക് ചലനമുണ്ട്. കണ്ണ് ചിമ്മുന്നതും കണ്ണ് തുറക്കുന്നതും കണ്ണ് ചിമ്മുന്നതും എന്താണ് ചലനാണ്. പിന്നെ കൈകാലുകൾക്ക് ചലനമുണ്ട് അല്ലെ. പേശികളുടെ ചലനമൊക്കെ എന്താണ് കൈകാലുകളുടെ ചലനാണ്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന വിവിധ തരം ചലനങ്ങളാണ് കേട്ടോ. വിവിധ തരം ചലനങ്ങൾ. ഇനി ഒരു പാർക്കിലെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കുട്ടികൾ കളിക്കുന്ന ചിത്രമാണ്. ചിത്രം നിരീക്ഷിക്കൂ. പാർക്കിൽ കുട്ടികൾ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ചലനങ്ങൾ ഒരുപോലെയാണോ? ഓരോ ചലനവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഓരോ ഉപകരണത്തിലും ഏത് തരം ചലനമാണ് നടക്കുന്നത് എന്ന് ചർച്ചയിലൂടെ കണ്ടെത്തി താഴെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് ഊഞ്ഞാലാടുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലേ. സിസോയിൽ എന്താണ് രണ്ട് കുട്ടികൾ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് എന്താണ് 3-4 റൈഡുകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സ്ലൈഡർ, അതുപോലെ കറങ്ങുന്ന ഡിസ്ക് ഒക്കെ അല്ലെ. എന്താ ഈ ഉപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി ചലനത്തിന്റെ പ്രത്യേകതയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഊഞ്ഞാലിന്റെ ചലനത്തിന് എന്താണ് ഒരു ഊഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനമാണ് ഊഞ്ഞാലിനുള്ളത് അല്ലെ. അതായത് മുന്നോട്ടും പിന്നോട്ടും ആണ് ചലിക്കുന്നത്. മുന്നോട്ടും പിന്നോട്ടും ചലിക്കുകയാണ് ചെയ്യുന്നത് ഊഞ്ഞാല്. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി മുന്നോട്ടും പിന്നോട്ടും ചലിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. എന്നാല് കറങ്ങുന്ന ഡിസ്കോ ഒരു കേന്ദ്രത്തെ ആസ്പദമാക്കി വട്ടത്തിലുള്ള ചലനാണുള്ളത് അല്ലെ. അതായത് ഒരു കേന്ദ്രത്തെ ആധാരമാക്കി എന്താണ് ഒരു കേന്ദ്രത്തെ ആധാരമാക്കി അത് ആസ്പദമാക്കുന്ന വട്ടത്തിലുള്ള ചലനമാണുള്ളത്. വട്ടത്തിലാണ് ചലിക്കുന്നത് അല്ലെ.
ഒരു കേന്ദ്രത്തെ ആസ്പദമാക്കി വട്ടത്തിൽ ചലിക്കുകയാണ്. എന്നാൽ സ്ലൈഡർ എന്താണ്, മുകളിൽ നിന്ന് താഴേക്ക് നേർരേഖയിലുള്ള തെന്നി നീങ്ങലാണല്ലേ. അപ്പൊ നേർരേഖാ ചലനമാണുള്ളത്. ഇവിടെ നേർരേഖാ ചലനം നീതാം. സ്ലൈഡർ. സീസോയോ നിശ്ചിത ബിന്ദുവിനെ ആസ്പദമാക്കിയിട്ട് മുകളിലേക്കും താഴേക്കുമുള്ള ചലനമാണ് അല്ലെ. നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി മുകളിലേക്കും താഴോട്ടും ചലിക്കുകയാണ് സീസോ. ഓക്കെ, മുകളിലേക്കും താഴോട്ടും. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്, വിവിധ തരം ചലനങ്ങളാണ് അല്ലെ. ഇനി ഇവിടെ പരീക്ഷണങ്ങൾ, കുട്ടികൾക്ക് ഓരോന്ന് ചെയ്തു നോക്കാനുള്ള പരീക്ഷണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ചലനം നേർരേഖയിൽ, ഒരു ബലൂൺ വണ്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നമുക്കിവിടെ എന്താണ് നേർരേഖാ ചലനം എന്താണെന്നുള്ള ഡെഫിനിഷൻ നോക്കട്ടോ. ഒരു വസ്തുവിന്റെ നേർരേഖയിലുള്ള ചലനമാണ് നേർരേഖാ ചലനം. ഒരു വസ്തുവിന്റെ നേർരേഖയിലുള്ള ചലനമാണ് നേർരേഖാ ചലനം. ഓക്കെ, ഇനി എന്താണ് അടുത്തത്, നമുക്ക് ഭ്രമണചലനം, റൊട്ടേഷണൽ മോഷൻ എന്താന്ന് നോക്കട്ടോ. സ്വന്തം അക്ഷത്തെ ആധാരമാക്കി വസ്തുക്കൾ ചലിക്കുന്നതാണ് ഭ്രമണചലനം എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്, സ്വന്തം അക്ഷത്തെ ആധാരമാക്കി വസ്തുക്കൾ ചലിക്കുന്നതാണ് ഭ്രമണചലനം. ഓക്കെ, അപ്പൊ എന്താണ് ഭ്രമണചലനം, നമുക്ക് ഭൂമിക്കൊക്കെ ഭ്രമണചലനം ഉണ്ട് അല്ലെ. സ്വന്തം അക്ഷത്തെ ആധാരമാക്കി ഭൂമി കറങ്ങുന്നതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഭ്രമണചലനം അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷൻ കേട്ടോ. അപ്പൊ ദിനരാത്രങ്ങൾക്ക് കാരണമായ ഭൂമിയുടെ ചലനം ഭ്രമണമാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ. അപ്പൊ എന്താണ് ദിനരാത്രങ്ങൾക്ക് കാരണമായിട്ടുള്ള ഭൂമിയുടെ ചലനം ഏതെന്ന് ചോദിച്ചാൽ അത് ഭ്രമണമാണ് കേട്ടോ, ഭ്രമണം. ഓക്കെ, ഓരോ ഓരോ പിന്നെ ചലനത്തെ മനസ്സിലാക്കാനായിട്ട് കുട്ടികൾക്ക് ഓരോ പരീക്ഷണങ്ങളും എക്സ്പെരിമെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ, ചെയ്ത് നോക്കാനായിട്ട്. നമുക്കതൊന്നും പഠിക്കാനില്ലാത്തതുകൊണ്ട് നമ്മളൊന്ന് അത് സ്കിപ്പ് ചെയ്യാണ്. നമുക്ക് ഓരോ ഡെഫിനിഷൻ നോക്കട്ടോ. അടുത്തത് വർത്തുള ചലനം അല്ലെങ്കിൽ സർക്കുലർ മോഷൻ. വസ്തുക്കളിലെ വൃത്താകാരമായ പാതയിലുള്ള ചലനമാണ് വർത്തുള ചലനം കേട്ടോ. വൃത്താകാരമായ പാതയിലുള്ള ചലനത്തെ എന്താണ് വർത്തുള ചലനം എന്ന് പറയുന്നു. ഓക്കെ, എന്താണ് വർത്തുള ചലനം? വസ്തുക്കളുടെ വൃത്താകാരമായ പാതയിലുള്ള ചലനമാണ് വർത്തുള ചലനം. ഓക്കെ, ഇനി നമുക്ക് ദോലനം. ദോലനം എന്താണ്, തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഒരു വസ്തു ഇരുവശങ്ങളിലേക്കും നടത്തുന്ന ചലനമാണ് ദോലനം. ഊഞ്ഞാലൊക്കെ ദോലനമാണ് കേട്ടോ, ഊഞ്ഞാല്. ദോലനം തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഒരു വസ്തു ഇരുവശങ്ങളിലേക്കും നടത്തുന്ന ചലനമാണ് ദോലനം. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്തത് കമ്പനമാണ്. കമ്പനം എന്താണ്, ദ്രുതഗതിയിലുള്ള ദോലനമാണ് കമ്പനം. എന്താണ് ദോലനം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ദ്രുതഗതിയിലുള്ള ദോലനത്തെയാണ് കമ്പനം എന്ന് പറയുന്നത്. ദ്രുതഗതിയിലുള്ള ദോലനത്തെയാണ് കമ്പനം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി കമ്പനത്തെ പറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശബ്ദവും കമ്പനവും. കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത് ശബ്ദമുണ്ടാകുന്നത്. ഏത് ശബ്ദം ഉണ്ടാകുമ്പോഴും അതിനു കാരണമായ ഏതെങ്കിലും ഒരു വസ്തു കമ്പനം ചെയ്യുന്നുണ്ട്. നമ്മുടെ തൊണ്ടയിലെ സ്വനപേടകത്തിലെ സ്വനതന്തുക്കൾ കമ്പനം ചെയ്യുന്നത് മൂലമാണ് നമുക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യിച്ച് ചെവിയുടെ അടുത്ത് പിടിച്ചാൽ നമുക്ക് ഒരു ശബ്ദം കേൾക്കാൻ കഴിയും. വലിച്ചുകെട്ടിയ കമ്പികൾ വ്യത്യസ്ത രീതിയിൽ കമ്പനം ചെയ്യിച്ചാണ് വീണ, വയലിൻ തുടങ്ങിയവയിൽ സംഗീതം ഉണ്ടാകുന്നത്. ചെണ്ട പോലെയുള്ള വാദ്യങ്ങളിൽ ഡയഫ്രം ആണ് കമ്പനം ചെയ്യുന്നത്. ഓടക്കുഴൽ, ഹാർമോണിയം എന്നിവയിൽ വായുവാണ് കമ്പനം ചെയ്യുന്നത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്? കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ഓക്കെ, ഏത് ശബ്ദം ഉണ്ടാകുമ്പോഴും അതിനു കാരണമായി ഏതെങ്കിലും ഒരു വസ്തു കമ്പനം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശബ്ദം എങ്ങനെയാണ്? നമ്മുടെ തൊണ്ടയിലെ സ്വനപേടകത്തിലെ സ്വനതന്തുക്കൾ കമ്പനം ചെയ്യുന്നത് മൂലമാണ് നമുക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്നത് കേട്ടോ. ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യിച്ച് ചെവിയുടെ അടുത്ത് പിടിച്ചാൽ നമുക്കൊരു ശബ്ദം കേൾക്കാൻ കഴിയും. വലിച്ചു കെട്ടിയ കമ്പികൾ വ്യത്യസ്ത രീതിയിൽ കമ്പനം ചെയ്യിച്ചാണ് വീണ, വയലിൻ തുടങ്ങിയവയിൽ സംഗീതം ഉണ്ടാവുന്നത്. അപ്പൊ എന്താണ്, വലിച്ചു കെട്ടിയ കമ്പികള് വ്യത്യസ്ത രീതിയിൽ കമ്പനം ചെയ്യിച്ചാണ് വീണ, വയലിൻ തുടങ്ങിയവയിൽ സംഗീതം ഉണ്ടാവുന്നത്. ചെണ്ട പോലുള്ള വാദ്യങ്ങളിൽ ഡയഫ്രം ആണ് കമ്പനം. അപ്പൊ ചെണ്ടയിൽ എന്താണ്, ഡയഫ്രം ആണ് കമ്പനം ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഓടക്കുഴല്, ഹാർമോണിയം എന്നിവയിൽ വായുവാണ് കമ്പനം ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ വിവിധ തരം
ചലനങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് താഴെ നൽകിയിട്ടുള്ളത്. ഓരോ ഉപകരണത്തിലെ ചലനങ്ങളും അവ പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയെന്നും തിരിച്ചറിഞ്ഞ് പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സീസോ, ചലിക്കുന്ന വസ്തു സീസോയിൽ എന്താണ്, എന്ത് ചലനമാണ്? ദോലനമാണ്, വിനോദമാണ് അല്ലെ. എന്താ കുട്ടികൾക്ക് എന്താണ് കളിക്കാനായിട്ടാണ് സീസോ എന്താണ് പാർക്കിലൊക്കെ ഉള്ളത്. ഇതിലെ സൂചി വർത്തുള ചലനം കേട്ടോ, വർത്തുള ചലനം. ചലനം നമ്മൾ എന്തിനാണ് ക്ലോക്ക് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മൾ സമയം അറിയാനായിട്ട്, സമയം അറിയാനാണ് അല്ലെ. പമ്പരം എന്താണ്? പമ്പരം ഭ്രമണ ചലനാണ് കേട്ടോ. സ്വന്തം അക്ഷത്തെ ആധാരമാക്കി സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം, നമുക്കറിയാം. ഭ്രമണ ചലനമാണ്, വിനോദത്തിനാണ് അല്ലെ, വിനോദം. വീണയിലെ കമ്പി എന്താണ്? വീണയിലെ കമ്പി കമ്പനമാണ് കേട്ടോ, കമ്പനം. ഓക്കെ, ഇമ്പമുള്ള ശബ്ദം ഉണ്ടാകുകയാണ് ചെയ്യുന്നത് അല്ലെ വീണയിലെ കമ്പി കമ്പനം ചെയ്യുമ്പോൾ. അപ്പൊ ചലനങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? വിവിധ തരം ചലനങ്ങളെ ഒരേ സമയം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തയ്യൽ മെഷീനൊക്കെ എന്താണ്? ഭ്രമണ ചലനവും അതുപോലെ എന്താണ് രേഖീയ ചലനവും ഒക്കെ ഒന്നിച്ചുള്ള ഒരു എന്താണ് ഒന്നിച്ച് പ്രയോജനപ്പെടുത്തുന്ന ഒരു എന്താണ് മെഷീനാണ് അല്ലെ തയ്യൽ മെഷീനൊക്കെ. പിന്നെ അതുപോലെ നമുക്ക് എന്ത് പറയാം, സൈക്കിളിലും ഉണ്ട് എന്ത്, സൈക്കിളിലും ഭ്രമണ ചലനവും ഉണ്ട്. അതുപോലെ എന്താണ് അതിന്റെ സൈക്കിൾ ചവിട്ടുമ്പോൾ പെഡലും ചക്രവും ഒക്കെ ഭ്രമണ ചലനത്തിലും, അതുപോലെ സൈക്കിൾ മുന്നോട്ട് നീങ്ങുന്നത് രേഖീയ ചലനത്തിലുമാണ്. അതുപോലെ ഡ്രില്ലിംഗ് മെഷീൻ അല്ലെ, അതില് ഭിത്തി കറങ്ങുന്നത് എന്താണ്? ഭ്രമണ ചലനവും, അതും ഭിത്തിയിലെ ആഴ്ന്നിറങ്ങുന്നത് രേഖീയ ചലനവുമാണ്. ഓക്കെ, ഇതൊക്കെ എന്താണ് ഒരേ സമയം എന്താണ് വിവിധ തരം ചലനങ്ങളെ ഒരേ സമയം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് കേട്ടോ. തയ്യൽ മെഷീന്, അതുപോലെ സൈക്കിള്, ഡ്രില്ലിംഗ് മെഷീനൊക്കെ. ഇനി ഇവിടെ കളിപ്പങ്ക നിർമ്മിക്കുന്നതൊക്കെ പറയുന്നുണ്ട് കേട്ടോ കുട്ടികൾക്ക്. അടുത്ത ഹെഡിങ് ആണ് ബലവും ചലനവും. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു ചലിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? മേശപ്പുറത്ത് ഒരു നോട്ട് പുസ്തകം വെക്കൂ. ഇതിനെ എങ്ങനെ ചലിപ്പിക്കാം? തള്ളുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ ബലം പ്രയോഗിക്കുകയല്ലേ ചെയ്യുന്നത്. ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ പന്തിന്റെ ചലനങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? പന്ത് ചലിക്കുന്നത് എങ്ങനെയാണ്? കാലുകൾ കൊണ്ട് ഓരോ കളിക്കാരനും പന്തിന്മേൽ പ്രയോഗിക്കുന്ന ബലത്തിനനുസരിച്ചല്ലേ പന്ത് ചലിക്കുന്നത്. ബലം പ്രയോഗിക്കുന്നതിനനുസരിച്ച് പലതരം ചലനങ്ങളല്ലേ പന്തിനുണ്ടാകുന്നത്. പന്തിന്മേൽ പ്രയോഗിക്കുന്ന ബലത്തിനനുസരിച്ച് അത് എങ്ങനെയെല്ലാമാണ് ചലിക്കുന്നത് എന്ന് നിരീക്ഷിക്കാൻ താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം എന്നാണ് പറയുന്നത്. ചലിപ്പിക്കാം, ദിശ മാറ്റാം. കുട്ടികൾ ഓരോ ദിശയിലേക്ക് എന്താണ് പന്തിനെ എന്താണ് തട്ടുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ. ഒരു കുട്ടി ഫുട്ബോൾ തറയിൽ വെച്ച് നേരെ തട്ടുന്നു. മറ്റൊരു കുട്ടി എന്താണ് ബോൾ ശക്തിയോടെ തട്ടി അതിന്റെ ദിശ മാറ്റുന്നു. വേഗത്തിൽ വരുന്ന ഫുട്ബോൾ മറ്റൊരു കുട്ടി കിക്ക് ചെയ്ത് ഉയർത്തി അടിക്കുന്നു. വായുവിലൂടെയുള്ള അതിന്റെ ചലനം നിരീക്ഷിക്കൂ. ബലം പ്രയോഗിക്കുന്നതിലൂടെയാണ് പന്തിന് വിവിധ തരം ചലനങ്ങൾ ഉണ്ടായത് എന്ന് മനസ്സിലായില്ലേ? ഓരോ സന്ദർഭത്തിലും പന്തിന്റെ ചലനങ്ങൾ ഏതൊക്കെ തരത്തിലാണെന്ന് ചർച്ച ചെയ്യൂ. പന്ത് ചലിക്കുമ്പോൾ മാത്രമല്ല ദിശ മാറ്റാനും ചലിക്കാൻ മാത്രമല്ല ദിശ മാറ്റാനും നാം ബലം പ്രയോഗിക്കുന്നു എന്ന് മനസ്സിലായില്ലേ? ഫുട്ബോളിന്റെ ചലനവും വേഗവും അതിൽ പ്രയോഗിക്കപ്പെട്ട ബലവും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് നിങ്ങൾ കണ്ടെത്താനായതെന്ന് ചോദിച്ചിട്ടുണ്ട്. ബലം പ്രയോഗിച്ചാൽ എന്താണ്? വിശ്രമാവസ്ഥയിലുള്ള ഒരു പന്തിനെ ചലിപ്പിക്കാൻ അതിൽ ബലം പ്രയോഗിക്കണം അല്ലെ. എന്നാൽ വേഗതയിലെ മാറ്റോ? പ്രയോഗിക്കുന്ന ബലത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് പന്തിന്റെ വേഗതയും കൂടുന്നുണ്ട് അല്ലെ. അപ്പൊ കുറഞ്ഞ ബലം പ്രയോഗിച്ചാൽ പന്ത് കുറഞ്ഞ വേഗതയിലാണ് ചലിക്കുന്നത്. പിന്നെ ദിശ മാറ്റാനോ? ഒരു ദിശയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പന്തിന്റെ ദിശ മാറ്റണമെങ്കിൽ ബലം പ്രയോഗിക്കണം. പന്ത് തട്ടുകയോ തടയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ദിശ മാറുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് മൂന്നും എന്താണ്? ചലനവും വേഗവും ദിശയും ഒക്കെ തമ്മിലുള്ള ബന്ധമാണ് കേട്ടോ പറയുന്നത്. അടുത്ത ഹെഡിങ് ആണ് നിശ്ചലാവസ്ഥയിലാക്കാം. ഒരു കുട്ടി പന്ത് തറയിൽ ഉരുട്ടട്ടെ. പന്ത് നിശ്ചലമാക്കാൻ മറ്റൊരു കുട്ടി ശ്രമിക്കട്ടെ. പന്ത് നിശ്ചലമാക്കാൻ കുട്ടി എന്താണ് പ്രയോഗിച്ചത്? ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കണ്ടേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ബലവും ചലനവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുവരെ ചർച്ച ചെയ്തത്? അത് കുട്ടികളോ പറയുന്നുണ്ടോ ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്താൻ. ഇനി അടുത്ത ഹെഡിങ് അടുത്തൊരു നമുക്ക് പഠിക്കാനായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ബലവും ചലനവും കേട്ടോ. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കൾ ചലിപ്പിക്കാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കണം. ചലിക്കുന്ന വസ്തുക്കളുടെ ചലന വേഗതയിൽ മാറ്റം വരുത്താനും ദിശ മാറ്റാനും ബലം പ്രയോഗിക്കണം. ഓക്കെ, അടുത്ത ഹെഡിങ് ആണ് ചലനവും ആരോഗ്യവും. വിവിധതരം ചലനങ്ങളെ ആരോഗ്യ പരിപാലനത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയില്ലേ? വ്യായാമം ചെയ്യുമ്പോൾ വിവിധതരം ചലനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നുണ്ടല്ലോ. വിവിധ ചലനങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന വ്യായാമ മുറകൾ ആരോഗ്യ കായിക വിദ്യാഭ്യാസ പുസ്തകത്തിൽ നിന്ന് കണ്ടെത്താൻ. ഇനി ബലം ഒരിടത്ത്, ചലനം ഒരിടത്ത്. ഓക്കെ,
എന്താണ് ഒരിടത്ത് പ്രയോഗിക്കുന്ന ബലം മറ്റൊരിടത്ത് എത്തിച്ച് ചലനം സാധ്യമാക്കുമോ? അത്തരത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ ഉപകരണങ്ങളുണ്ടോ? സൈക്കിളിന്റെ ചലനം പരിശോധിക്കാം. സൈക്കിളിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? പെഡല്, വലിയ പൽചക്രം, ചെറിയ പൽചക്രം, ചെയിന്, വീലുകളൊക്കെ ഉണ്ട് അല്ലെ. എന്താണ് അത് ഓരോ സൈക്കിള് ചവിട്ടുമ്പോൾ ഓരോ ഭാഗത്തുള്ള ചലനവും വ്യത്യസ്തമാണ് അല്ലെ. ഓക്കെ, അത് ഓരോന്നും ഇവിടെ എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പെഡലിന് എന്ത് ചലന? വർത്തുള ചലനാണല്ലേ പെഡലിനുള്ളത്. സൈക്കിള് ചവിട്ടുമ്പോ പെഡലിന് വർത്തുള ചലനാണുള്ളത്. വർത്തുള ചലനമാണ് കേട്ടോ, വർത്തുള ചലനം. വലിയ പൽചക്രത്തിനോ? ഭ്രമണാണ് അല്ലെ, ഭ്രമണം. ചെറിയ പൽചക്രോ? അതും ഭ്രമണം തന്നെയാണ് അല്ലെ, ഭ്രമണം. സ്വന്തം അക്ഷത്തെ ആധാരമാക്കി കറങ്ങുന്നതാണ് ഭ്രമണം. ചെയിനിന് എന്ത് പിന്നെ ചലനാണ്? രേഖീയ ചലനാണ് ചെയിനുള്ള കേട്ടോ, രേഖീയ ചലനം. പൽചക്രങ്ങൾക്കിടയിലൂടെ എന്താണ്? രേഖീയ ചലനാണ് ചെയിനുള്ളത്. ഇനി വീലുകൾക്കോ? ഭ്രമണവും രേഖീയ ചലനവും ഉണ്ട്, രണ്ടും ഉണ്ട്. ഭ്രമണവും രേഖീയ ചലനവും ഉണ്ട്, രേഖീയ ചലനവും. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചിലപ്പോ എക്സാമിന് വന്നാലോ, നോട്ട് ചെയ്ത് പഠിക്കട്ടോ. സൈക്കിൾ ചവിട്ടുമ്പോൾ പെഡലിലാണല്ലോ ബലം പ്രയോഗിക്കുന്നത്. പെഡലിൽ പ്രയോഗിക്കുന്ന ബലം ഏത് ഭാഗത്തെയാണ് ചലിപ്പിക്കുന്നത്? അത് രണ്ട് ചക്രങ്ങളുടെയും തുടർന്ന് സൈക്കിളിനെയും ചലിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബലം പ്രയോഗിച്ചിട്ടാണ് അല്ലെ. നമുക്കറിയാം എന്താണ് പെഡല് വർത്തുള ചലനാണുള്ളത്. പിന്നെന്താണ്? പെഡല് ചവിട്ടുമ്പോൾ എന്താണ്? അവിടെ ഒരു ബലം പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. വീലുകൾ ഭ്രമണവും രേഖീയ ചലനവും ആണ് വീലുകളിൽ ഉണ്ടാവുന്നത്. ഇനി ഒരിടത്ത് പ്രയോഗിക്കുന്ന ബലത്തെ മറ്റൊരിടത്ത് എത്തിച്ച് ചലനം സാധ്യമാക്കാൻ കഴിയും എന്ന് മനസ്സിലായല്ലോ എന്നാണ് പറയുന്നത് അല്ലെ. ഇനി ഇവിടെ എന്താണ്? പിന്നെ ഒരു ബെൽറ്റ്, പൽചക്രം, ആക്സിൽ തുടങ്ങിയ സംവിധാനങ്ങൾ വാഹനങ്ങളിലും ഉപകരണങ്ങളിലും ഇതിനായി പ്രയോജനപ്പെടുത്തുന്നു. ഇവ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രവർത്തനം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കുള്ളൊരു വർക്കാണ് കേട്ടോ. വാഹനങ്ങൾ, യന്ത്രോപകരണങ്ങൾ എന്നിവയിൽ പ്രവർത്തിച്ചതിന് പൽചക്രങ്ങൾ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ പൽചക്രങ്ങളാണ് വാഹനങ്ങളിലും യന്ത്രോപകരണങ്ങളിലൊക്കെ പൽചക്രത്തിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട് കേട്ടോ. പൽചക്ര സംവിധാനത്തിൽ പൊതുവെ വ്യത്യസ്ത വലിപ്പത്തിലുള്ള ചക്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. വേഗം കൂട്ടാനും കുറയ്ക്കാനുമാണ് ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. വേഗം കുറയ്ക്കാൻ ഏത് സംവിധാനമാണ് ഉപയോഗിക്കുന്നത്? വേഗം കൂട്ടാനോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ട് ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്, രണ്ട് പൽചക്രത്തിന്റെ ചിത്രമാണ്. ചിത്രം എയില് വേഗം കുറയ്ക്കാനാണ്. ചിത്രം എയിലേത് വേഗം കുറയ്ക്കാനാണ് കേട്ടോ, വേഗം കുറയ്ക്കാനാണ്. ഇതെങ്ങനെയാണ് കുറയ്ക്കുന്നത്? ഇവിടെ എന്താണ്? ചെറിയ ചക്രം വലിയ ചക്രത്തെയാണ് തിരിക്കുന്നത് കേട്ടോ. ഇവിടെയുള്ള ചെറിയ ചക്രം ഈ ഒരു ചെറിയ ചക്രം വലിയ ചക്രത്തെയാണ് തിരിക്കുന്നത്. അപ്പൊ വലിയ ചക്രം ഒരു പ്രാവശ്യം കറങ്ങാൻ ചെറിയ ചക്രം ഒന്നിലധികം തവണ കറങ്ങേണ്ടി വരും. അതിനാൽ വേഗം കുറയാണ് ചെയ്യുന്നത്. ഇവിടെ കുറയ്ക്കാനാണ്. ബിയിലോ? വേഗം കൂട്ടാനാണ് ഇവിടെ കേട്ടോ, വേഗം കൂട്ടാനാണ്. ഓക്കെ, ഇവിടെ എന്താണ് ഇവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇവിടെ വലിയ ചക്രം ചെറിയ ചക്രത്തെയാണ് തിരിക്കുന്നത്. വലിയ ചക്രം ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ ചെറിയ ചക്രം വേഗത്തിൽ ഒന്നിലധികം തവണ കറങ്ങുന്നു. അതിനാൽ വേഗം കൂടുന്നു. ഓക്കെ, ഇനി ചലനാത്മകമായ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എല്ലാ ശാരീരിക പ്രക്രിയകളിലും ഏതെങ്കിലും തരത്തിലുള്ള ചലനങ്ങൾ ഉൾക്കൊള്ളുന്നു. ചലനം വേഗത്തിലോ സാവധാനത്തിലോ ആകാം. വസ്തുക്കളെ ചലിപ്പിക്കാനും ദിശ മാറ്റാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കണമെന്ന് നമ്മൾ പഠിച്ചില്ലേ. ഒരിടത്ത് പ്രയോഗിക്കുന്ന ബലത്തെ മറ്റൊരിടത്തേക്ക് എത്തിച്ച് ചലനം സാധ്യമാക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കി. ചലനം, ബലം എന്നിവയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇനി അടുത്ത ക്ലാസ്സിലൊക്കെ പഠിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. ഇനി നമുക്ക് വിലയിരുത്താന്നുള്ള ഈ ഒരു ഭാഗം കൂടി ഒന്ന് നോക്കട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്, തെറ്റായവ തിരുത്തി എഴുതുക എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നെന്താണ്? ഒരു വസ്തുവിന്റെ ചലനവേഗം വർദ്ധിപ്പിക്കുന്നതിനും കുറയ്ക്കുന്നതിനും ബലം പ്രയോഗിക്കണം അല്ലെ, ബലം പ്രയോഗിക്കണം. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. വേഗം കൂട്ടുന്നതിന് മാത്രമാണ് പൽചക്രങ്ങൾ ഉപയോഗിക്കുന്നത്. വേഗം കുറയ്ക്കാൻ നമ്മളിപ്പോ കണ്ടില്ലേ, അത് തെറ്റാണ്. വേഗം കുറയ്ക്കാനും നമ്മൾ എന്താണ് പൽചക്രങ്ങൾ യൂസ് ചെയ്യുന്നത്, കുറയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഭൂമിയിൽ നിശ്ചലമാണെന്ന് കരുതുന്ന എല്ലാ വസ്തുക്കളും ഭൂമിയോടൊപ്പം ചലിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ശരിയാണ് അല്ലെ. ഇനി ക്ലോക്കിലെ സൂചി തിരിയുന്നത് നേർരേഖാ ചലനമാണ്, അല്ല വർത്തുള ചലനമാണെന്ന് അറിയാം. വർത്തുള ചലനമാണ്. ഓക്കെ,
തെറ്റാണ്, വർത്തുള്ള ചലനമാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? തന്നിരിക്കുന്ന ചലനങ്ങൾ പരിശോധിക്കൂ, ഇവയിൽ ഏതെങ്കിലും ചലനം വ്യത്യസ്തമായതുണ്ടോ എന്നുകൊണ്ട്. ഊഞ്ഞാലിന്റെ ചലനം, തൊട്ടിലിന്റെ ചലനം, ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ട്യൂണിംഗ് ഫോർക്കിന്റെ ഭുജങ്ങളുടെ ചലനമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? തന്നിരിക്കുന്ന ചലനങ്ങൾ പരിശോധിക്കൂ, ഇവയിൽ ഏതെങ്കിലും ചലനം വ്യത്യസ്തമായതുണ്ടോ എന്തുകൊണ്ട്. ഊഞ്ഞാലിന്റെ ചലനം, തൊട്ടിലിന്റെ ചലനം, ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ട്യൂണിംഗ് ഫോർക്കിലെ ഭുജങ്ങളുടെ ചലനമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ ഊഞ്ഞാലിന്റെ ചലനവും തൊട്ടിലിന്റെ ചലനം, ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം ഒക്കെ ദോലനാണ് കേട്ടോ, ഒന്നാണ്. എന്നാൽ ട്യൂണിംഗ് ഫോർക്കിലെ ഭുജങ്ങളുടെ ചലനം എന്താണ്? കമ്പനമാണ് കേട്ടോ, വളരെ വേഗത്തിലുള്ള കമ്പനാണ്. എന്ത്? ദോലനത്തെയാണ് നമ്മൾ കമ്പനം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ്? ട്യൂണിംഗ് ഫോർക്കിലെ ഭുജങ്ങളുടെ ചലനം കമ്പനമാണ് കേട്ടോ, കമ്പനം. ഓക്കെ, ബാക്കിയൊക്കെ ദോലനാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തെന്ന് നോക്കാം. സ്കെയിൽ ഉപയോഗിച്ച് നേർരേഖ വരയ്ക്കുന്നു. ആ സമയത്ത് പേനയുടെ ചലനത്തിന് സമാനമായ ചലനം താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണെന്ന് കേട്ടോ. വാഹനങ്ങളുടെ വൈപ്പറിന്റെ ചലനം, വൃത്തം വരയ്ക്കുമ്പോൾ കോമ്പസിന്റെ ചലനം, ലിഫ്റ്റിന്റെ ചലനം, എറിയുന്ന കല്ലിന്റെ ചലനം. ഇവയിൽ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം വാഹനങ്ങളുടെ വൈപ്പറിന്റെ ചലനം എന്താണ്? ദോലന ചലനമാണ് അല്ലെ. എന്നാൽ വൃത്തം വരയ്ക്കുമ്പോൾ കോമ്പസിന്റെ ചലനമോ, അത് വക്രരേഖാ ചലനമാണ്. വക്രരേഖാ ചലനമാണ് എന്ത്? വൃത്തം വരയ്ക്കുമ്പോൾ കോമ്പസിന് ഉണ്ടാകുന്നു. വാഹനങ്ങളുടെ വൈപ്പറിന്റെ ചലനം നമ്മൾ ദോലനാണെന്ന് പറഞ്ഞു, ദോലനമാണ്. വൃത്തം വരയ്ക്കുമ്പോൾ കോമ്പസിന്റെ ചലനോ നമുക്കറിയാം വക്രരേഖാ ചലനമാണ് അല്ലെ. വക്രരേഖാ ചലനമാണ്, വക്രരേഖാ ചലനം. ഇനി എന്താണ്? ലിഫ്റ്റിന്റെ ചലനോ? അതെന്താണ്? ലിഫ്റ്റ് മുകളിലേക്കും താഴേക്കും സഞ്ചരിക്കുന്നത് ഒരു നേർരേഖയിലൂടെയാണ് അല്ലെ. അപ്പൊ അത് നേർരേഖാ ചലനമാണ്. ലിഫ്റ്റിന്റേത് നേർരേഖാ ചലനമാണ്. എറിയുന്ന കല്ലിന്റെ ചലനോ? ഇതൊരു വക്രരേഖയിലൂടെയുള്ള ചലനമാണ് അല്ലെ. വക്രരേഖാ ചലനമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? സ്കെയിൽ ഉപയോഗിച്ച് നേർരേഖ വരയ്ക്കുന്നു. ആ സമയത്ത് പേനയുടെ ചലനത്തിന് സമാനമായിട്ടുള്ള ചലനം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൽ നമുക്ക് ലിഫ്റ്റിന്റെ ചലനം, അതായത് നേർരേഖാ ചലനമാണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്, ലിഫ്റ്റിന്റെ ചലനം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത് കേട്ടോ. കുറെ കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.